മലയോര കർഷകരെ മൃഗങ്ങളുടെ പേരിൽ അധിക്ഷേപിക്കുന്ന മൃഗസ്നേഹികളെ, നിങ്ങളോട് എനിക്ക് ലളിതമായിട്ടൊരു ചോദ്യമുണ്ട്. പടയപ്പ അതുപോലെയുള്ള ആനകളെയൊക്കെ നിങ്ങൾ വളരെയധികം സംരക്ഷിക്കുന്നു. കാട്ടുപന്നിയൊക്കെ ആളുകൾ ഉപദ്രവിക്കുന്നു. മൃഗങ്ങളെ പേടിച്ച് മനുഷ്യൻ സ്ഥലം വിട്ടു പോകുന്നു. ഈ സന്ദർഭങ്ങളിലൊക്കെ നഗരങ്ങളിലുള്ള ചില മൃഗസ്നേഹികൾ പറയുന്നൊരു സംഗതിയുണ്ട്. മലയോര കർഷകർ വനം വെട്ടിത്തെളിച്ച് അവിടെ ചെന്ന് മൃഗങ്ങളുടെ ആവാസമല്ല താമസിച്ചിട്ടാണ്. അതുകൊണ്ട് മൃഗങ്ങളെ സംരക്ഷിക്കണം, അതുപോലെ തന്നെ തെരുവ് പട്ടികളെ സംരക്ഷിക്കണം എന്നൊക്കെ പറയുന്ന കുറേ മൃഗസ്നേഹികളുണ്ട്. ഞാൻ അവരുടെ മൃഗസ്നേഹത്തെ ചോദ്യം ചെയ്യുമെന്നല്ല. എനിക്കൊരു സംശയം ഈ മൃഗസ്നേഹികളോടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പോത്തിറച്ചി കഴിക്കാറില്ലേ? ചിക്കനോ താറാവോ പോർക്കോ കാളയോ ഇതൊക്കെ മാംസമല്ലേ? നിങ്ങളത് കഴിക്കാറില്ലേ? ഇനി മീനും ജീവിയല്ലേ? അതിനെ നിങ്ങൾ കഴിക്കാറില്ലേ? ഈ ആടിനെ കഴിക്കാറില്ലേ? ഈ ജീവികളൊക്കെ നിങ്ങളെ എന്ത് ഉപദ്രവം ചെയ്തു? നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ പറമ്പിൽ പെരിച്ചാഴി അല്ലെങ്കിൽ വലിയ എലി വരികയില്ലേ? നിങ്ങളതിനെ കൊല്ലുന്നില്ലേ? ഇതൊന്നും ജീവിയല്ലേ? വയറ് നിറച്ച് പോത്തിറച്ചിയും തിന്നേച്ചും അല്ലെങ്കിൽ ചിക്കൻ ബിരിയാണിയും തിന്നേച്ചും മൃഗസ്നേഹത്തെക്കുറിച്ച് നിങ്ങൾ പറയുന്നതിൽ എന്ത് കാര്യമായിരിക്കുന്നത്? നിങ്ങളുടെ വീട്ടിൽ വരുന്ന പെരിച്ചാഴി അല്ലേ വലിയ തുരപ്പനരിയെ നിങ്ങൾ കൊല്ലുന്ന പോലെ ആണ്. കർഷകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിളകൾ നശിപ്പിക്കുന്ന മൃഗങ്ങളെ അവന് കൊല്ലാൻ അധികാരമില്ല. പന്നിയോ ആനയോ കാണുമ്പോൾ അവൻ ഓടി രക്ഷപ്പെടുക ചെയ്യുന്നത്. വെറുതെ അവനെ വിമർശിക്കരുത്. ആദ്യം നിങ്ങളുടെ ഈ കപട മൃഗസ്നേഹം ഒന്ന് അവസാനിപ്പിക്കുക. എന്നിട്ട് എന്താണ് ഈ യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കുക. ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് മനുഷ്യർ മൃഗങ്ങളെ കഴിക്കുന്നുണ്ട്, പക്ഷികളെ കഴിക്കുന്നുണ്ട്. ഇതൊരു സ്വാഭാവിക ജീവിത രീതിയാണ്. ഇവിടെ തൊട്ടിൽ കിടക്കുന്ന കുട്ടികളെ വരെ പട്ടി കടിച്ചിട്ട് ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകിൽ ഇറച്ചി തീറ്റി നിർത്തുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ കപട മൃഗസ്നേഹം അവസാനിപ്പിക്കണം എന്ന് എനിക്ക് അപേക്ഷിക്കാനുള്ളൂ.